ഋഷി ലിവിംഗ് റൂമിൽ വരുന്ന സമയത്ത് നോറ ലിവിംഗ് റൂമിൽ ഇരുന്ന് അത് താഴെ ഇരുന്നു കൊണ്ട് അവിടെ ഇങ്ങനെ എന്തൊക്കെയോ പറിച്ചെടുക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഋഷി കുറച്ചു നേരം നോക്കിയിരുന്നു. അതിനുശേഷം ഋഷി ചോദിച്ചു, നോറ നീ എന്ത് പുല്ല് പറിക്കാണോ എന്ന് ചോദിച്ചു. അപ്പൊ നോറ എടുത്ത വഴിക്ക് പറഞ്ഞ മറുപടി ഇതാണ്, അല്ല ഔദാര്യത്തിൽ കിട്ടിയ സ്ഥലമല്ലേ, അപ്പൊ ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. ഋഷി ഒന്നും മിണ്ടിയില്ല. ഋഷി ആകെ അന്തം വിട്ടിട്ട് നോക്കി നിന്നിട്ട് പിന്നെ ഋഷി അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു. നോറ അവിടെ ഇരുന്നു കൊണ്ട് കാർപ്പറ്റിലുള്ള പുല്ല് എന്തൊക്കെയോ ഇരുന്ന് ഉണ്ടാക്കുന്നുണ്ട്, എന്നിട്ട് എവിടെയോ കൊണ്ടുവന്നിടുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, എന്റെ കൺഫ്യൂഷൻ റൂമിലേക്ക് ഒന്ന് വിളിക്ക് ബിഗ് ബോസേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നോറ അവിടെ ഇരിക്കുന്നത്. കുറേ തവണ പറയുന്നുണ്ട്, ബിഗ് ബോസ് വിളിക്കുന്നൊന്നുമില്ല. പിന്നീട് ഋഷി ചെന്നിട്ട് ഇത് അൻസിബയുടെ അടുത്ത് പറയുന്നുണ്ട്, നോറ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അൻസിബ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ ഔദാര്യത്തിലാണല്ലേ കയറി പിടിച്ചിരിക്കുന്നത്, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, എല്ലാവരും കൂടി എന്നെ കോർണർ ചെയ്യുന്നേ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയല്ലോ, ഇനി ബാക്കിയുള്ള ദിവസം പിടിച്ചു നിൽക്കാനുള്ള ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതിന്റെ ഇതിലായിരിക്കും എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഋഷി പറയുന്നുണ്ട്, 2 ആഴ്ച നോമിനേഷൻ ഫ്രീ ആയതും പോരാ, എന്നിട്ട് പിന്നെ വീണ്ടും ഔദാര്യം എന്നുള്ള വേർഡും പറഞ്ഞുകൊണ്ട് ആ കിട്ടിയ ചാൻസിന് അതും കൂടി മുതലാക്കാനായിട്ട് നോക്കാണല്ലേ അവിടെ ഇരുന്നുകൊണ്ടെന്ന്. അപ്പൊ അൻസി പറയുന്നുണ്ട്, മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, മൈൻഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, അവളുടെ കള്ളക്കളി മുഴുവൻ നമ്മൾ പുറത്തു കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അവിടെ ഋഷി പറയുന്നുണ്ട്, അല്ല നീ പറഞ്ഞതിൽ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവള് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറയുന്നുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, നോറ അവിടെ ഇപ്പോൾ നിൽക്കുന്നത് അൻസിബയുടെ ഔദാര്യമാണെന്ന് അൻസിബ പറഞ്ഞു. അൻസിബ എന്തായാലും നോമിനേഷൻ ഫ്രീ ആക്കിയതുകൊണ്ടാണല്ലോ നോറ അവിടെ നിൽക്കുന്നത്. അത് എന്റെ ഔദാര്യമാണ് എന്നൊരു വേർഡ് അവിടെ പറഞ്ഞിരുന്നു അൻസിബ. ആ ഒരു വേർഡ് വെച്ചിട്ടാണ് ഇപ്പോൾ നോറ അവിടെ പറഞ്ഞത്.